ചെന്താമരയെ പോത്തുണ്ടിക്കടുത്ത് മാട്ടായിൽ കണ്ടെന്ന നാട്ടുകാർ. ചെന്താമര തന്നെ ആലത്തൂർ ഡിവൈഎസ്പി സ്ഥിരീകരിച്ചതോടെ കാടരിച്ച് രാത്രിയിലും തിരച്ചിൽ തുടരുകയാണ്. പോലീസും നാട്ടുകാരും സംയുക്തമായ പ്രദേശം വളഞ്ഞാണ് തിരച്ചിൽ നടത്തുന്നത്. പ്രതി ഇന്ന് തന്നെ പിടികൂടാനാണ് ശ്രമമെന്നാണ് ആലത്തൂർ ഡിവൈഎസ്പി 24-നോട് പ്രതികരിച്ചത്. പ്രദേശത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് ചെന്താമരയെ കണ്ടത്. ഒരു പോലീസുകാരൻ ചെന്താമരയെ ഓടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് കുട്ടികൾ കാണുകയും കുട്ടികളുടെ സഹായം പോലീസുകാരൻ തേടുകയുമാണ് ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം ആ കുട്ടികളുടെ പ്രതികരണത്തിലേക്ക്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നമ്മുടെ പോലീസുകാർ ഇങ്ങോട്ട് വന്നിരുന്നു. അപ്പോൾ അവിടെ ഒരു കോഴി ഫാം ഉണ്ട്. അവിടെ നിന്ന് ഒരാൾ ഓടിപ്പോകുന്നത് കണ്ട് ഇവർ പുറകിൽ പോയപ്പോൾ അയാൾ നിന്നില്ല. അപ്പോൾ പോലീസുകാർ ഓടി വരുന്ന സൗണ്ട് കേട്ടാണ് നാട്ടുകാർ വന്നപ്പോൾ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ പ്രകാരമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ അവിടെ ഗ്രൗണ്ടിൽ കളി കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. എല്ലാവരും പോയി, ഞങ്ങൾ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു സാറ് അവിടെ നിന്ന് അയാളെ ഓട്ടിച്ചിട്ട് നിൽക്കടാ കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരാൾ ഓടണ ഫുഡ് കേട്ടു. അപ്പോൾ ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന വടിയൊക്കെ എടുത്തിട്ട് ഇറങ്ങി. അപ്പോൾ ആളൊരു കാർഡിന്റെ ഇതായിരുന്നു, അതിൽ ആള് പതിഞ്ഞിരുന്നു. ഞങ്ങളെ കണ്ടിട്ട് ആൾ അവിടെ ഇരുന്നു. ഒരു ഇതിന്റെ ഉള്ളിൽ കയ്യിലുണ്ടായിരുന്നു. അതൊന്നും കണ്ടില്ല. ഇപ്പൊ ആദ്യം എവിടെയും പോകാൻ പോകുന്നില്ല, എല്ലാവരും ഇവിടെ തന്നെ കാണും. ഇത്രയും പേരില്ല എന്നാലും ഇനി കിട്ടിക്കാൻ എന്നാലും വെറുതെ വിടൊന്നുമില്ല. ഇത്രയും പേരുള്ളതുകൊണ്ട് എന്നാലും പേടിയൊന്നുമില്ല. എന്നാലും തപ്പന്നെ ഒരു കുടുംബത്തിന് ഇങ്ങനെ ചെയ്തിട്ട് പോയതില്ല. എന്തായാലും അല്ലാതെ ഇവിടെ ഈ പരിസരത്ത് അവിടെ ഉണ്ട് ഞങ്ങള്. അല്ലാതെ ഇപ്പൊ ആരും പോകാൻ പറ്റില്ലല്ലോ. പോയി കഴിഞ്ഞാൽ എവിടെ എല്ലാവരെയും നമ്മൾ തിരഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിരയാന്നാണ് തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ കാണാനില്ല. എന്തായാലും ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പിടിച്ചിരിക്കും. പുള്ളി എവിടെ ഈ പതുങ്ങിയേ ഇരിക്കത്തേ ഉള്ളൂ, അല്ലാണ്ട് വെളി വരാൻ വഴിയില്ല. മിക്കവാറും ഇവിടെ ഈ പരിസരം തന്നെ കാണാൻ വഴിയുള്ളൂ. അങ്ങനെ ഇട്ട കാര്യം പറയാൻ പോകുന്നത്. ഇനി ഈ വഴിക്ക് പോകത്തില്ലല്ലോ, പോത്തുണ്ടി പാതി പോകാൻ പറ്റില്ല. അപ്പം മിക്കവാറും ഈ പരിസരത്ത് എവിടെ കാണല്. എന്തായാലും തെരച്ചിൽ നിർത്താൻ വഴിയില്ല. ഉള്ള നോക്കിയാൽ കിട്ടും, ഉറപ്പാ. പോലീസ് CCTV കണ്ടുപോകുന്നുണ്ട്. ഒരു പോലീസുകാരൻ ഓടിച്ചിട്ട് വരുമായിരുന്നു. അവർ കളിക്കാൻ വന്ന ഗ്രൗണ്ടിൽ കളിക്കാൻ വന്ന കുട്ടികളാണ് ആദ്യം ഈ മറ്റേ ഇവന്റെ ബാക്കിൽ ഓടി. അതായത് CCTV പോലീസുകാരൻ ഈ പ്രതിയെ കണ്ടു. CCTV കണ്ടുകൊണ്ട് പോലീസിനെ മുടിക്കുക ആദ്യം വന്നത്. സൂരജ് സജീവ് വിശദാംശങ്ങളുമായി എത്തിയിരുന്നു. സൂരജ്, ഈ പകലത്രയും മാട്ടായിലെ വനത്തിന്റെ ഉള്ളിൽ കടന്നതിന് ശേഷം രാത്രിയോടുകൂടി ബന്ധുവീട്ടിലേക്ക് ഇറങ്ങിയതാണെന്ന സംശയം കൂടി വരുന്നുണ്ട്. കാരണം നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ സജിതയെ കൊലപ്പെടുത്തിയ സമയത്തും ഭക്ഷണം കഴിക്കാൻ പുറത്തിറങ്ങിയ സമയത്താണ് പ്രതി പിടിയിലാകുന്നത്. സമാനമായി ഇന്നും മാട്ടായിക്ക് സമീപമുള്ള അല്ലെങ്കിൽ ആ വഴി പോയാൽ എത്തിപ്പെടാൻ സാധ്യതയുള്ള ഈ പ്രതിയുടെ ഇളയ സഹോദരി വീട്ടിലേക്ക് പോകാനുള്ള ശ്രമത്തിനിടെയാണ് പോലീസിന്റെ കണ്ണിൽപ്പെടുന്നതെന്നും ഈ പോലീസുകാരൻ ഇയാൾ ഓടിച്ചു കൊണ്ടുവരുന്ന വഴിക്ക് കുട്ടികളെയുടെ അടക്കം സഹായം തേടുകയും പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ ഇവരുടെ കൺവെട്ടത്തു നിന്ന് മാറിയ ആ നരാധവൻ ഇപ്പോഴും വനത്തിനുള്ളിൽ എവിടെയുണ്ടെന്ന ധാരണയിൽ ഇപ്പോഴും തെരച്ചിൽ അവിടെ തുടരുകയാണോ? ആ ടെറൈനെ കുറിച്ച് എങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ? കൂടുതൽ സ്ഥലങ്ങളിലേക്ക് രക്ഷപ്പെടാൻ ഇയാൾക്ക് സാധ്യതയുള്ള ഒരു വഴിവെക്ക് കൂടിയാണോ അത് സൂരജ്? സുഹൈൽ, മാട്ടായുടെ മലമുകളിലാണ് നമ്മളുള്ളത്. നമ്മളോടൊപ്പം ഇപ്പോൾ നാട്ടുകാരുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. പോലീസ് ഈ മേഖലയിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇവർ ഇപ്പോഴും പിൻവാങ്ങിയിട്ടില്ല. ഈ മേഖലയിൽ ഇവർ തിരച്ചിൽ തുടരുകയാണ്. സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ഞാൻ നിൽക്കുന്നതിന് ഇടത്തുവശത്താണ് ഈ ചെന്താമരയെ കണ്ടു എന്ന് പറയുന്നത്. അത് കൊന്നക്കാടാണ്. കൊന്നക്കാട്, ഈ പാറയ്ക്കപ്പുറം ഒരു വലിയ കൊന്നക്കാടാണ്. ആ കൊന്നക്കാട്ടിലാണ് ഈ കുട്ടികൾ ഈ ചെന്താമരയെ ഓടിച്ചുകൊണ്ടുവരുന്ന പോലീസുകാരനെയും ചെന്താമരയും കാണുന്നത്. അപ്പോൾ ഈ ചെന്താമരയെ ഓടിച്ചുകൊണ്ട് പോലീസുകാരൻ വരുന്നു. ആ സമയത്ത് ഈ ചെന്താമരയെ വളയാൻ ഈ പോലീസുകാരൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇവർ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഓടി ഈ പ്രതിയുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഈ കാടിനുള്ളിൽ പതുങ്ങി എന്നുള്ളതാണ് കുട്ടികൾ പറയുന്നത്. ആ സമയത്ത് അവരുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇയാൾക്കടുത്തേക്ക് പെട്ടെന്ന് എത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഇവരെല്ലാവരും സംഘടിച്ചെത്തുന്ന സമയത്ത് ഇയാൾ ഓടി മാറി എന്നുള്ളതാണ് പറയുന്നത്. ഇതിപ്പോൾ ആ കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുണ്ട്, ഈ നാട്ടുകാരനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുഹൈൽ, ഒരു അനുമാനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത്, കഴിഞ്ഞ തവണ ഈ സജിതയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ പ്രതി 5 ദിവസത്തോളം വനത്തിൽ കഴിഞ്ഞു. ആ 5 ദിവസവും, അതായത് പ്രതി പിടിയിലാകുന്ന 5-ാം ദിവസമാണ്, ബാക്കി 4 ദിവസവും രാത്രി ഈ വനത്തിൽ നിന്ന് ഈ പ്രതി പുറത്തു വരികയും ഈ തറവാട്ട് വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഇന്നലെ മുതൽ, അതായത് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ഇന്നലെ കൊലപാതകം നടന്നതിന് ശേഷം എല്ലാം തന്നെ പോലീസ് ഈ കരുതിയിരുന്ന, അല്ലെങ്കിൽ പോലീസിന്റെ ഒരു അനുമാനം എന്ന് പറയുന്നത്, ഈ പ്രതി സ്വാഭാവികമായും ഈ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു തറവാട്ട് വീട്ടിലേക്ക് എത്തിയേക്കാം. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയൊക്കെ ഈ തറവാട്ട് വീടിനൊക്കെ പ്രത്യേക കാവൽ ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ട് പോലീസ് കാത്തുനിന്നു. ഇന്നും ആ വീടിന് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും കഴിഞ്ഞ തവണ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ വീടിന് പോലീസിന്റെ കാവൽ ഉണ്ടാകുമെന്ന് പ്രതി കൃത്യമായി കണക്ക് കൂട്ടിയിരിക്കുന്നു. അതായിരിക്കണം ഇപ്പോൾ ഈ നെല്ലിക്കാടുള്ള സഹോദരിയുടെ വീട്ടിലേക്കുള്ള ഈ നീക്കം എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. അതായത് ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ അകലെയാണ് ഈ ചെന്താമരയുടെ സഹോദരിയുടെ വീടുള്ളത്. നെല്ലിക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതിലൂടെ സഞ്ചരിച്ച് ഈ നെല്ലിക്കാട്ടിലേക്ക് പോകാൻ കഴിയും. അങ്ങോട്ട് പോകുന്നതിനിടയിലാണ് ഈ പോലീസിന്റെയും അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെയും ശ്രദ്ധയിൽ പ്രതി പെട്ടത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഒരു പ്രദേശവാസി കൂടി ഈ ഭൂപ്രകൃതിയെ കുറിച്ച് നന്നായി അറിയാവുന്ന ആൾ കൂടി ചേരുന്നു. ചേട്ടാ, ഇവിടെ നിന്ന് നെല്ലിക്കാട് എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് ഒരു 500 മീറ്റർ 600 മീറ്ററേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് എത്താൻ.
ആൾക്ക് വരാനും സൗകര്യമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പാടം വഴി തന്നെ കനാല് വഴിയോ പിന്നെ അവർക്ക് ഈ പോത്തുണ്ടിയിൽ നിന്നും മാട്ടായിലേക്ക് എത്താനും ഇവിടുന്ന് ഒരു 500 മീറ്റർ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെല്ലിക്കാട്ടിലേക്ക് എത്താനും കഴിയും. അത് പോരാത്തതിന് ഈ ഇവിടെ എന്ന് പറയുന്നത് 2 മശാനക്കാടുകളാണ് ഇവിടെ ഉള്ളത്. ഈ 2 മശാനക്കാട്ടിലും ആൾക്ക് ധൈര്യമായിട്ടും വന്ന് കയറിയിരിക്കുക. ഇവിടെ ഈ മശാനക്കാട്ടിലേക്ക് ഒരു കുട്ടികളും ഇറങ്ങി വരില്ല എന്നുള്ള ഒരു കണക്കൂട്ടലും ഉണ്ട്. അങ്ങനെ വന്നതാവാമെന്നുള്ളതാണ് പ്രതീക്ഷ. കുട്ടികളുടെ കളിസ്ഥലത്തു നിന്നാണ് അവർക്ക് ബോൾ പോലും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ സമയം വരെയും. ഇപ്പോഴും ആ ഭീതിയിലാണ്ടിരിക്കുകയാണ്. വലിയ വലിയ പേടിയിലാണ്. നിങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അല്ലേ? കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവളെ കണ്ടു എന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളെ കൊണ്ട് വിളിച്ച് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ഓടി ഇവിടെ എത്തി. നോക്കുമ്പോഴേക്കും ആളെ കാണുന്നില്ല. എന്തായാലും സുഹൈൽ, അത് തന്നെയാണ്, വലിയ ഭീതിയിലാണ് ഈ നാട്ടുകാർ ഉള്ളത്. ശ്മശാനവും നിബിഡവനവും ഒക്കെ നിറഞ്ഞൊരു ടെറൈനാണ്. ഒരാൾ ഉള്ളോട്ടേക്ക് മറഞ്ഞു കഴിഞ്ഞാൽ തപ്പിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള മേഖലയാണ്. വയറ് വിശന്നാൽ കാടിറങ്ങുന്ന മനുഷ്യജീവനെടുക്കാൻ ഒട്ടും മടിയില്ലാത്ത എന്തും ചെയ്യാൻ തുനിഞ്ഞിറങ്ങുന്ന ആ നരാധമനെ പിടിക്കാൻ ഇനിയും സമയമെടുക്കുമെന്നുള്ളത് വിഷമകരമായ കാര്യമാണ്. എന്തായാലും നാളത്തെ പ്രഭാതത്തിന് മുമ്പേ നരാധമനായ ചെന്താമര പോലീസിന്റെ വലയിലാകുമെന്ന പ്രതീക്ഷ അതാ നാട്ടുകാർക്കുമുണ്ട്. എന്തായാലും തിരച്ചിൽ നിന്ന് പിന്മാറാതെ ഇപ്പോഴും